മുസ്ലിം സമുദായത്തില് 4 പോറ്റാൻ കഴിവുണ്ടെങ്കിൽ 4 ആളിനെ കല്യാണം കഴിക്കാന്നുള്ള ഒരു നിബന്ധന ഉണ്ട്. ഇപ്പൊ ഒരു വ്യൂസ് കൂട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരാളിങ്ങനെ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ഒരാളിനായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് ഒരിക്കലും പറയില്ലല്ലോ. ഒരാളിനായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോ സത്യമല്ലാത്ത കാര്യം ഒരിക്കലും പറയില്ല. അങ്ങനത്തെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അതിന് പിന്നെ വേറെ പേരായിരിക്കും അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകണം. പിന്നെ എന്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് അങ്ങനെ നുണ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് പറഞ്ഞാല് നമ്മളുടെ ഇപ്പൊ സമൂഹത്തിൽ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് ഭയങ്കരമായിട്ടുള്ള മോശം പേരാണ്. അപ്പൊ എനിക്ക് ആ ഒരു മോശം പേരുന്ന എനിക്കൊരു സപ്പോർട്ടിന് ഒരാളെ എനിക്ക് വേണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇവനാവുമ്പോ കുറച്ച് ബെറ്റർ ആവും എന്നുള്ളൊരു ഇതിന് തെരഞ്ഞെടുത്തു. ഒരു പക്ഷേ നിങ്ങൾ രണ്ടുപേരെ അക്കൗണ്ട് ഇപ്പൊ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് പാതി പുള്ളിക്കൂടെ വേണോന്ന് പറഞ്ഞാൽ ഇത്ത കൊടുക്കൂ? ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ കൊടുക്കും. അതെല്ലാം തട്ടിയെടുത്തോണ്ട് പോയാൽ അങ്ങനെ അവനിക്ക് ഇപ്പോഴും ഞാൻ കൊടുക്കലുണ്ട്. ചോദിക്കണവർക്ക് ചോദിക്കുമ്പോ ഞാൻ പൈസ അയച്ചു കൊടുക്കലുണ്ട്. അവന്റെ ഒരാൾക്ക് എന്തിനാണ് നാട്ടിൽ വന്നിട്ട് അവന് കുറച്ച് ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായപ്പോ എനിക്ക് ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായപ്പോ അവൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അവനിക്ക് നാട്ടിൽ വന്നപ്പോ ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായപ്പോ ഞാൻ അയച്ചു കൊടുക്കും. അത്രയ്ക്ക് അയച്ചു കൊടുക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. എന്റെ കയ്യിലുള്ളത് ഞാൻ അയച്ചു കൊടുക്കും. ചോദിക്കുന്ന അയച്ചു കൊടുക്കും. അത്ര അന്ന് സഹായിച്ചതിന്റെ ഇരട്ടി ഇപ്പൊ തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? കണക്കില്ലാതെ ഉണ്ട്. അത്യാവശ്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. അവൻ മാരേജ് കഴിച്ചാൽ എന്റെ കൂടെ ഉണ്ടാവും. മാരേജ് ഇപ്പൊ അവനിക്ക് അവന്റെ വീട്ടുകാർ സമ്മതിച്ചിട്ട് അവരുടെ വീട്ടുകാരുടെ ഒരു നിർബന്ധത്തിൽ അവൻ വേറെ അവന്റെ വീട്ടുകാരുടെ ഇതിന് വേണ്ടിട്ട് അവൻ കല്യാണം കഴിക്കണേ തന്നെ അവൻ എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് ഉറപ്പാണ്. അതൊരു അവിഹിതാവില്ലേ? അവിഹിതം പറഞ്ഞ എന്നെ ഫസ്റ്റ് കല്യാണം കഴിച്ചിട്ടാണല്ലോ അടുത്ത കല്യാണം കഴിക്കുന്നത്. അങ്ങനെയല്ല. ഞങ്ങളുടെ മുസ്ലിം സമുദായത്തില് 4 പോറ്റാൻ കഴിവുണ്ടെങ്കിൽ 4 ആളിനെ കല്യാണം കഴിക്കാന്നുള്ള ഒരു നിബന്ധന ഉണ്ട്. അപ്പൊ അവൻ എന്നെ ഇപ്പൊ ബഷീർ ഇല്ലേ 2 ആളിനെ പോറ്റി 2 ആളിനെ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ മൂത്ത ദിവസം അവളെ കല്യാണം കഴിച്ചിട്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പൊ എനിക്ക് കുഴപ്പമില്ലെങ്കിൽ അവൻ വേറെ കല്യാണം കഴിക്കുന്നു. പക്ഷെ ആ രണ്ടാമത് വരുന്ന ഭാര്യക്ക് കുഴപ്പമുണ്ടെങ്കിലോ? അതെനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. അവൻ കല്യാണം കഴിക്കില്ല എന്നാണ് എനിക്ക് 100% ഉറപ്പ്. 26 വയസ്സേ ഉള്ളൂ. ഒരു 26 വയസ്സുള്ള പക്വത വരാൻ സമയമായിട്ടില്ല. അത്രയുള്ള ഒരാൾക്ക് പക്വത വരണമെങ്കിൽ മിനിമം ഒരു 32 വയസ്സെങ്കിലും എടുക്കും. ഒരാളിന്റെ പക്വത വരുന്ന പ്രായം മിനിമം 32 വയസ്സാണ്. അവൻ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല മെയിൻ ഇതൂടെ പോയാൽ വീണ്ടും ഒരു കല്യാണം കഴിക്കുമെന്ന് വീണ്ടും ആലോചിക്കുമോ? അതായത് അപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നുമല്ലോ മാനസികാവസ്ഥ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ വീണ്ടും ആളില്ല, എനിക്ക് വീണ്ടും സപ്പോർട്ട് വേണമെന്ന് തോന്നി. അപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണോ അതുപോലെ ഇരിക്കും. അതേപോലെ ഇരിക്കും. പുള്ളി പോകത്തില്ല എന്ന് 100% ഉറപ്പാണ്. അവൻ എന്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇടയിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഒരു 4-5 മാസം ഞാൻ വയ്യാണ്ട് കിടന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മളുടെ ഇടയിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിയാന്നറിയില്ല, ഒരു സിഹിർ പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു മാരണം ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അത് പറഞ്ഞ ഒരാളിനെ വേറൊരു രീതിയിൽ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. സിഹിർ അതിനെ കുറിച്ച് എന്താണെന്ന് അറിയില്ല എനിക്ക്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ പറഞ്ഞാ ഈ ജോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ട് പണി കൊടുക്കുക. ജോത്സ്യന്മാരടുത്ത് പോയിട്ട് പണി കൊടുക്കുക. കാരണം ഞാൻ യൂട്യൂബിൽ കുറച്ച് റീച്ച് ആയപ്പോ എനിക്കിട്ട് പണി തന്നിട്ടുണ്ടായിരുന്നു. അതെന്റെ ഇക്കാന്റെ കൂടപത്രം. അപ്പൊ അതെന്റെ ഇക്കാന്റെ വീട്ടുകാരും പിന്നെ എന്റെ കുറച്ച് വീട്ടുകാരത്തെ ആൾക്കാരും കൂടിയിട്ട് ചെയ്തിരിക്കണെന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ ഒരു പണി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. സൂയിസൈഡ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഈ കൈ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കൈ കട്ട് ചെയ്യാനൊക്കെ കാരണം എനിക്ക് മരിക്കണം എന്നുള്ളൊരു ചിന്ത വരുമായിരുന്നു. ഇതെല്ലാരും കാണണം. സൂയിസൈഡിന് വരെ ശ്രമിച്ചിട്ടുണ്ട്. നെഗറ്റീവ് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു ചെറിയ ചെക്കനെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് കുറച്ച് അഹങ്കാരിയായേ എന്നൊക്കെ ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ട്. അപ്പൊ എന്താ തോന്നുന്നത്? ഇങ്ങനെ തോന്നുന്നു കേട്ടോ, എന്റെ ഒരു കല്യാണം കഴിച്ചതാണോ ഇവർ ഇത്ര നെഗറ്റീവ് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ അഹങ്കാരിയായി മാറിയത് രണ്ടാമത് കല്യാണം കഴിച്ചോണ്ട്? കല്യാണത്തിന്റെ കാര്യം റിവീൽ ചെയ്യണതിന് മുന്നേ എനിക്ക് അഹങ്കാരം എന്നുള്ള പട്ടം തന്നിട്ടുണ്ട് ഇവര്. അത് പൊതുവേ നമ്മള് ഡ്രസ്സിങ്ങിൽ ചേഞ്ച് ആയി പിന്നെ നമ്മൾ ഓരോ ടൂറ് പോണ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇട്ടപ്പോ തന്നെ ആൾക്കാർക്ക് കുറച്ച് നെഗറ്റീവ്. ഇവൾക്ക് അഹങ്കാരം കൂടി, ഇവൾക്ക് കാശ് കൂടി, പണം വരാൻ തുടങ്ങി, അപ്പൊ ഇവള് ചോദിക്കാനും അങ്ങനെയൊക്കെ. പിന്നെ കല്യാണം കഴിഞ്ഞത് അറിഞ്ഞപ്പോ ഇവൾക്ക് ചെറിയ ചെക്കനെ കിട്ടിയപ്പോ ഇവളിപ്പോ കൂടുതൽ ഇതായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഷാജിയുടെ കള്ളങ്ങളൊക്കെ പൊളിയണതിന് മുന്നേ അപ്പൊ മഴവിൽ കേരളം എന്ന് പറഞ്ഞ ചാനലിനകത്ത് വന്ന ഒരു ഇന്റർവ്യൂ ആണിത്. അപ്പൊ ഇതിനകത്ത് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർ എന്തോ ചെയ്തത്. അതായത് ഇവർ പറയുന്നത് ഒന്ന്, പിന്നെ ഇവർ ചെയ്തത് വേറൊന്ന്. അതാണ് ഇപ്പൊ നമുക്ക് ഇതിനൊക്കെ മനസ്സിലാവുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഈ ഒരു വീഡിയോനകത്ത് തന്നെ നിങ്ങൾ കണ്ടപ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ടായല്ലോ, അതായത് ഇപ്പൊ നമ്മൾ റീച്ചിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വെറുതെ പറയുന്നത്, അങ്ങനെ നമ്മൾ പറയുമൊന്നുമില്ല, അങ്ങനെ പറയുന്നവർ വേറെ പേരിട്ട് വിളിക്കാന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പൊ ഇവരെയൊക്കെ പിന്നെ എന്ത് പേരിട്ട് വിളിക്കണാവോ? അവര് തന്നെ പറയുന്നുണ്ട്
എന്നിട്ട് വേറെ പേരിട്ട് വിളിക്കാന്നൊക്കെ. അപ്പൊ എന്താണ് അവര് പറയുന്നതെന്ന് അവർക്ക് തന്നെ ഐഡിയ ഇല്ലാത്ത ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് പറയുന്നത് ഒന്ന്, ചെയ്യുന്നത് വേറൊന്ന്. ഇപ്പൊ ഇവരെ പിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇവർ വേറെ കല്യാണം കഴിക്കണം അതുകൊണ്ടൊന്നുമല്ല. ഇവര് കല്യാണം കഴിച്ചോട്ടെ, അതിപ്പോ ആർക്കാണ് അതിനകത്ത് പ്രശ്നം. പക്ഷെ ഇവര് ഈ ഒരു കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരോട് എന്തോ വൈരാഗ്യം വെച്ചിട്ട് അതേപോലെയൊക്കെ വന്നിട്ട് പറയാ. അതേപോലെ തന്നെ ഇപ്പൊ ഇവര് ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, ഇപ്പൊ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവര് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ മറ്റേ അവന് ഞാൻ പൈസ കൊടുത്തു. സാധാരണ ഇവര് മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അല്ല, ആ ചെക്കൻ പറഞ്ഞതെന്ന് പറഞ്ഞ് ഇവർക്കാണ് പൈസ കൊടുത്തതെന്ന് ഇവര് പറയുന്ന അങ്ങോട്ട് ഇരട്ടി കൊടുത്തിട്ടുണ്ടെന്നുള്ള രീതിക്കാണ് ഇവര് പറയുന്നത്. പിന്നെ അത് ആര് പറയുന്നതാണ് ശരി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവരെ പിന്നെ ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു രീതിക്കാണ്. കാര്യം ഇവര് മുന്നേ പറഞ്ഞതല്ല, പിന്നെ ഇവര് കുറച്ച് കഴിഞ്ഞാൽ മാറ്റി പറഞ്ഞു. അപ്പൊ ഇവരുടെ കാര്യത്തിനകത്ത് ഒന്നും ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് എത്രയോളം കണ്ടിട്ട് പറയാനുള്ളത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? വീഡിയോ കണ്ടാൽ അപ്പോൾ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവരും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക്